ഇറാനെ വീണ്ടും ആക്രമിച്ചു എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ്. ഇന്നലെ രണ്ടാമതും കപ്പൽ ആക്രമിച്ചതിനു ശേഷമായിരുന്നു പ്രതികരണം. എയർ ഡിഫൻസ് സംവിധാനത്തെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടെന്നും അമേരിക്ക വ്യക്തമാക്കി. സിരിക് ഖ്വേഷം ദ്വീപുകളിൽ സ്ഫോടനമുണ്ടായെന്നും ഇറാൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെയായിരുന്നു അമേരിക്കയുടെ ശക്തമായ വ്യോമാക്രമണം. പനാമയുടെ വാണിജ്യ കപ്പൽ ആക്രമിച്ചതിന് മറുപടിയായാണ് അമേരിക്കൻ ആക്രമണം. താൽക്കാലിക ധാരണയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. അതേസമയം ഇറാനെതിരെ ഭീഷണി മുഴക്കി ട്രംപ് രംഗത്തെത്തി. അമേരിക്കൻ സൈന്യം ജോലി തീർക്കാൻ തീരുമാനിച്ചാൽ ഇറാൻ പിന്നെ ബാക്കിയുണ്ടാകില്ല. അമേരിക്ക ഇറാൻ തുടർ ചർച്ചകൾ തിങ്കളാഴ്ച നടക്കും. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ബഹ്റൈനിൽ ഇറാൻ ആക്രമണ മുന്നറിയിപ്പ് നൽകുകയും കുവൈറ്റിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു. സമാധാന കരാർ ലംഘിച്ച് ഇറാൻ ഹോർമൂസ് കപ്പലിന് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് അമേരിക്ക തിരിച്ചടിച്ചതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം വീണ്ടും അതീവ ഗുരുതരമാകുന്നു. തങ്ങളുടെ ജോലി തീർക്കാൻ US സൈന്യം നിർബന്ധിതരായാൽ ഇറാൻ ബാക്കിയുണ്ടാകില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ന്യായവും നീതിയും നോക്കി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായേക്കാം. ഞങ്ങൾ വിജയകരമായി തുടങ്ങിയ ജോലി പൂർത്തിയാക്കാൻ US സൈന്യവും നിർബന്ധിതരാകും. അങ്ങനെയുണ്ടായാൽ ഇറാൻ ഇനി ബാക്കിയുണ്ടാകില്ല എന്നായിരുന്നു ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കിയത്. ഇറാനെതിരെ US വീണ്ടും ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഭീഷണി മുഴക്കിയത്. ഇനിയും പ്രകോപനമുണ്ടായാൽ അതിശക്തമായ മറുപടി നൽകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ 10 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള 10 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്നും ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ആക്രമണമെന്നും സെൻട്രൽ കമാൻഡ് അറിയിച്ചു. വെടിനിർത്തൽ ധാരണയിലെത്തിയതിന് പിന്നാലെ ഇത് തുടർച്ചയായ രണ്ടാം ദിനമാണ് US ഇറാനെതിരെ ആക്രമണം നടത്തുന്നത്. അമേരിക്കയുടെ ഈ വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് കുവൈറ്റിലും ബഹ്റൈനിലും US താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടത്. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റിലും ബഹ്റൈനിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ കരാറുകൾ പാടെ തകർന്നതോടെ വരും ദിവസങ്ങളിൽ മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നാണ് വിലയിരുത്തൽ. ആക്രമണങ്ങൾക്ക് ശേഷം US പ്രസിഡന്റ് ട്രംപ് ടെഹ്റാനും മുന്നറിയിപ്പ് നൽകി. ഇറാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് തുടർന്നാൽ അമേരിക്ക സൈനികമായി ജോലി പൂർത്തിയാക്കാൻ നിർബന്ധിതരാകുമെന്ന് പറഞ്ഞു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിട്ടുണ്ട്. 2 ആഴ്ച മുൻപുണ്ടാക്കിയ ദുർബലമായ വെടിനിർത്തൽ പൂർണ്ണമായും തകരുമോ എന്ന ആശങ്ക ഇവർ ഉയർത്തുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഭാവിയിൽ യാതൊരുവിധ ട്രാൻസിറ്റ് ഫീസും ഏർപ്പെടുത്തില്ലെന്ന് ഒമാൻ വ്യക്തമാക്കി. ബഹ്റൈനിൽ നടന്ന GCC US സംയുക്ത മന്ത്രിതല യോഗത്തിൽ ഒമാൻ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. UN കടൽ നിയമ ഉടമ്പടികൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് കപ്പലുകൾക്ക് യാതൊരുവിധ അധിക നിരക്കുകളും ഇല്ലാതെ സ്വതന്ത്രമായി കടന്നുപോകാനുള്ള അവകാശം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിൽ പുതിയ നിരക്കുകളോ നിയന്ത്രണങ്ങളോ വരുമോ എന്ന ആഗോള ഊർജ്ജ വിപണിയുടെ ഏറെ നാളത്തെ ആശങ്കകൾക്ക് വിരാമമിടുന്നതാണ് ഒമാന്റെ ഈ സുപ്രധാന പ്രഖ്യാപനം. കടലിടുക്കുമായി ബന്ധപ്പെട്ട ഭാവി ക്രമീകരണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായിരിക്കുമെന്നും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്നും ഒമാൻ കൂട്ടിച്ചേർത്തു. കടലിടുക്കിന്റെ അതിർത്തി പങ്കിടുന്ന ഇറാനുമായി നാവിക സേവനങ്ങളും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രായോഗിക ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഒമാന്റെ ഈ വിശദീകരണം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഗൾഫ് വിദേശകാര്യ മന്ത്രിമാരും പങ്കെടുത്ത മനാമയിലെ യോഗത്തിൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളും സാമ്പത്തിക സഹകരണവും പ്രധാന ചർച്ചയായി. ഇതിനു പുറമെ മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് USഉം ഇറാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ധാരണാപത്രത്തിന് ഒമാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.